കട്ടപ്പന പോണ റോഡാണല്ലേ? അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഫസ്റ്റ് വ്യൂ പോയിന്റിൽ വന്നെത്തി. നല്ല വ്യൂ, മനോഹരമായ വ്യൂ. ഞങ്ങളതെല്ലാം കണ്ടിട്ട് തൊട്ടടുത്തൊരു കട ഉണ്ട്. ആ കടയിലോട്ട് പോവുകയാണ്. കഴിക്കാൻ പോണാ? എന്താ മാറ്റി കഴിക്കാൻ പോണാ? പേരയ്ക്ക് എത്ര രൂപ ഒരെണ്ണോ? ഒന്നിന് 10 രൂപ. വയറളവല്ലേ, വയറ് വേദനിക്കരുത്. നല്ല ഫ്രഷ് ഐറ്റംസുകൾ ഈ വനത്തിൽ നിന്ന് തന്നെ പറിച്ചതാണെന്ന് തോന്നുന്നു. തോന്നുന്നതല്ല, വനത്തിൽ നിന്ന് പറിച്ചത് തന്നെ. എത്ര രൂപ? കഴിവുണ്ട്. 10 രൂപ. വൈറ്റ് ആണല്ലേ? അതൊക്കെ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ഇത് താമസിക്കുന്ന കടയിലെ ആൾക്കാരല്ലേ? അങ്ങനെ ആ വ്യൂ പോയിന്റിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഇനി ഇപ്പൊ ഈ പോണ സമയത്ത് ഒരാഴ്ച ആയുള്ളൂ. അത് നിലനിർത്തി പോകേണ്ട കടമയുണ്ടോ? വളരെ മാന്യമായിട്ട് ഓടിക്കണം. മാന്യമായ രീതിയിൽ നിങ്ങൾ വണ്ടി ഓടിക്കുക. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. അത് മാത്രമല്ല, ഈ പോണ സമയത്ത് ഒരാഴ്ച ആയുള്ളൂ. അപ്പൊ വണ്ടി ഇത് ഒരാഴ്ച ആയുള്ളല്ലേ വീണ്ടും തുടങ്ങി? ഒരാഴ്ച ഓഫ് റോഡ് നിർത്തിയിട്ട് 2 മാസം 1 മാസം വെച്ചോളം നിർത്തിയിട്ട് 3 വണ്ടി 4 വണ്ടി ഇവിടുത്തെ മുടങ്ങി ഓളം വെച്ച് വണ്ടി ഓടിച്ചാൽ അവനൊരു വീട്ടിൽ ഇരിക്കുന്നു. ഞാൻ കോട്ടയത്തപ്പോ അത് പറഞ്ഞ ശരിയാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പഞ്ചായത്തിലുള്ള വണ്ടിയൊന്നും അടയാൻ പറ്റില്ല. അതൊരു നടപടിയുണ്ട്. ഇതേപോലെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ എഴുതി കളക്ടറിന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് നിൽക്കും. മനുഷ്യാവകാശ കമ്മീഷന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറയും. കൊല്ലണമല്ലോ. ഇടുക്കിടാം, അതാണ് ഇടുക്കിടാം അല്ലേ? പുറകോശം വെള്ളക്കടവല്ലേ? വെള്ളം കിടക്കുന്ന ഇവിടെ വെച്ചൊരു സിനിമയുടെ ഷൂട്ടിംഗ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. യൂബിന്റെ പുസ്തകം. അതിൽ ഏകദേശം ഭാഗങ്ങളൊക്കെ ഇവിടത്തേതാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ പോയ ആ ഡെസ്റ്റിനേഷനിലല്ല ഇടുക്കി ഡാം. ഇവിടെ നിന്ന് കാണുന്നതാണ് ഇടുക്കി ഡാം. കാണുന്നുണ്ട്. എത്ര ദൂരം അല്ലേ? അള്ളാഹ് ഞാൻ ഇടുവേ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇത്രയിടും. ബ്ലോഗർമാരെ പേര് കൊണ്ട് ഗ്യാസ് കൊടുക്കും. മാറണമെന്ന് പറഞ്ഞു. എന്റെ പറഞ്ഞ് കംപ്ലീറ്റ് പൊടിയാവും. നമുക്ക് പോകുമ്പോ ഡ്രസ്സ് മാറി ഫ്രഷ് ആയിട്ട് പോവാന്ന് പറഞ്ഞു. ഏത് അവൻ പെരുമടയിലല്ലേ? അതായത് ലാക്കിന്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവന്റെ വീട്ടുകാരെ കൊണ്ട് പാർക്ക് ചെയ്തു. അത് വോൾക്സ് വാഗന്റെ വലിയ വണ്ടി. എന്നിട്ടാണ് നമ്മളെ കടയുടെ എന്നിട്ട് പറയണു വണ്ടി വല്ലതും ബ്ലോക്ക് ആയ എന്താ? അവനെക്കാളും പെരുമട നീ പറയണ്ടേ? ഡേ അളയ ഷാജി, ഇവിടെ സ്ഥലമില്ല, ആപ്പടെ ഇത്ര റോഡുകൾ, നീ ആ ലാക്കിന്റെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന പറയണ്ടേ? ഞാൻ പറയില്ല. ഒരു മണ്ടന്റെ അവിടെ എപ്പോഴും ഞാൻ നിൽക്കും. നിന്നെ പോലത്തെ ഈ ബ്ലോഗർമാരുണ്ടല്ലോ,
നിന്നെ പോലത്തെ നിന്നെ പോലത്തെ ഈ മടയം ബ്ലോഗർമാര് ഇതേപോലെ ഇവിടെയൊക്കെ വന്നിട്ട് എവിടെയെങ്കിലും പച്ചപ്പ് കണ്ട ഒരെണ്ണം അതിനെ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലിടും. ഇട്ടിട്ട് ഭയങ്കരമായ വാചാലതയിൽ പ്രസംഗിക്കും. ഓ ഇത് ഭയങ്കര സംഭവമാണ്, നിങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ പോകണം, ആരെ ചെയ്യണം, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചാനൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അവൻ അമേരിക്കയിൽ നിന്ന് ഡോളർ വരും, നമ്മളെ പോലെ ഉള്ളവൻ നമ്മളെ ചക്കരം കയറും. ഇത് വനമാണല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞില്ലേ ഈ വനത്തില് മൃഗങ്ങളുണ്ട്. അപ്പൊ ഈ ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ ഇവിടെ? പുറത്തോട്ട് ആൾക്കാരെ കയറിയായിരുന്നു പക്ക വനത്തിനകത്തൂടെയാണ് നമ്മൾ പോണത്. സപ്പോസ് ഒരു കടുവ വന്ന പിന്നെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് ചെയ്തോളൂ അല്ലേ? നേരത്തെ പറഞ്ഞു വരാം. ഒരു വണ്ടിയുണ്ട്, അത് ഫോറസ്റ്റ്. ഇറങ്ങണം അല്ലേ? അവന് ബാക്ക് സൈഡ് ഒതുക്കാറുന്നല്ലോ. മാറി മാറി ഇച്ചിരി ഫ്രണ്ട് ഇറങ്ങിയിട്ട് കയറിയാ പോകും. അവർക്ക് ബാക്കിലോട്ട് ഒതുക്കാൻ സ്ഥലമുണ്ട്, അമ്മമാര് ചെയ്യില്ല. ഇവിടെ നിങ്ങൾ ഇവിടെ കയറ്റത് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിവിടെ താമസമാണോ അല്ലേ? ഇവിടൊക്കെ താമസമാണോ അല്ലേ? ഈ കാട്ടിനകത്തൂടെ നടന്നു പോകും. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? വാട്ടർ ഫാൾസ് കാണാലോ. താഴോട്ട് നടന്നാ മതി അല്ലേ? ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ലല്ലോ. എന്തോ ആന പറഞ്ഞാൽ ഞങ്ങള് പറഞ്ഞുതരാം. ഉണ്ടാവോ? ഞങ്ങൾ എന്തായാലും താഴോട്ട് പോയി നോക്കാം. പ്രിയപ്പെട്ടവരും എല്ലാം കാണും. മുതലല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ ഉള്ള സംഭവം. എന്താ ഒരാളെ കിടക്കുന്നതാ? ஐயோ புலி இருக்கு, புலி தனியா போக கூடாது. ഓ അതാണ് ആ ഗുഹ അല്ലേ? അത് കാണുമ്പോ ഇതാണ് ഇത്. ആ ഇറങ്ങി നോക്കാം. അതൊക്കെ കാക്കാന്ന് വിളിക്കുന്ന വായു ഉണ്ട്.
എന്നെ കൊണ്ടൊന്നും ഇത്രയും വരും കാക്കച്ചി, എന്റെ കാക്കച്ചി വരി. എന്തോന്നത് ഗുഹ കണ്ട? ഹലോ, കുറച്ച് കിളവന്മാര്, പാവപ്പെട്ട കുറച്ച് കിളവന്മാര് ദാ ഈ ഗുഹയ്ക്കകത്ത് വരെ കയറാണ്. ഇവിടെ മറ്റേ ഇപ്പൊ ഒരു സിനിമ വന്നില്ലേ, എന്തോ സിനിമ, അതിനകത്ത് ഒരാൾ പെട്ടുപോകല്ലോ, ഒരു പയ്യൻ. അത് തന്നെ. അതുപോലെ ഇതിനകത്ത് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മേധാക്ക തണുത്ത വെള്ളം ചെറുക്കണ 12-15. ഗുഹ സിംഹം കടുവ ശരിയല്ലേ? എന്താ ഓ കിട്ടില്ലേ? ഇത്ര തന്നെ. ഇതിനകത്ത് എന്ത് കിട്ടാൻ? ഇരുട്ടായിട്ടല്ലേ ഇടക്കാം. എനിക്ക് അതിനകത്ത് പോയി ഇനി ആ സിനിമയെ കണ്ടോലെ വല്ലതും സംഭവിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാതെ. അത് മറ്റേ കൊടൈക്കനാൽ. അതിലൂടെയാണ് പോവാന്നല്ലേ? പോയി അതിലൊക്കെ ഇറങ്ങി വരും. അപ്പുറത്ത് ആ സൈഡിൽ ഇതിലിങ്ങനെ അതിലിങ്ങനെ ഓ അങ്ങനെ റിസ്ക് ഒന്നും എടുക്കണ്ട. ജസ്റ്റ് ഇവിടെ ഇറങ്ങിട്ടൊന്ന് കാല് നനച്ചാ തണുത്ത ഒരു തണുപ്പില്ല, ചൂടാണ്. കഴിഞ്ഞ വെള്ളം അതുവരെ ഉണ്ട്. ചൂട് സമയത്തായോണ്ട് ഇവിടെ വെള്ളവും ഇല്ല, ഒന്നുമില്ല. എങ്കിലും ഓക്കെ, അങ്ങനെ ഞങ്ങള് ഇവിടെ ഉള്ള ഈ സംവിധാനങ്ങളെല്ലാം കണ്ട് തൃപ്തി അടങ്ങി ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തുടർന്നു. ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണണം കേട്ടോ.